പിന്നെ ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ. ഞങ്ങൾക്ക് കൗൺസിലർ ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ കപ്പ കേസ് അവർ ചുമത്തിയത് മനഃപൂർവ്വം ചെയ്തതാണ്, അല്ലാതെ അയലകളുടെ തെറ്റൊന്നും സൂചന ചെയ്തിട്ടില്ല. ഇല്ലാത്ത സംഭവമാണ്, നാണം കെട്ട ഏർപ്പാടായി. ഞങ്ങൾക്കിപ്പോൾ കൗൺസിലറും ഇല്ല, ആരും ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെയല്ല, തെറ്റ് ചെയ്താരും ശിക്ഷ അറിയിക്കുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുള്ളി ജയിലിൽ തന്നെയാണല്ലോ. ഇപ്പൊ വരുമെന്നല്ലേ പറഞ്ഞത്, ഇറങ്ങുമെന്നല്ലേ പറഞ്ഞത്. ഇറങ്ങിയ പുള്ളി തന്നെയല്ലേ കൗൺസിലർ. പുള്ളിയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ടത്. കാപ്പ ചുമത്തിയിട്ടാണ് ജയിലിൽ ആയിരിക്കുന്നത്. അപ്പോ അതൊന്നും നമുക്ക് ഒന്നും പറയാൻ എന്തായാലും പുള്ളി ഇറങ്ങും, കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. പിന്നെ ഉണ്ടാവും. ജയിച്ചാൽ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള, നാട്ടിൽ നന്മ ചെയ്യാൻ വേണ്ടി ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് ജയിലിൽ കിടക്കുന്നത്. ഇവിടെ ഉണ്ടെങ്കിൽ നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ കൊറോണ സമയത്ത് ഇവിടെ കുറെ ആളുകളൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, പൈസ സഹായിച്ചിട്ടുണ്ട്, നല്ല സഹായം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സമീപിക്കുന്നത് കൗൺസിലറെ ആണല്ലോ. അപ്പോ പുള്ളി ഇപ്പൊ ഇവിടെ ഇല്ലാത്ത അവസ്ഥയില്ലേ, അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. നമസ്കാരം. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു നടപടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, തിരുവനന്തപുരം കൗൺസിലിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ പുകയുന്ന ഒരു സമയമാണ്. BJPയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മണിക്കൂറുകളായിരുന്നു ഇന്നിപ്പോൾ വിവാദങ്ങൾക്കൊടുവിൽ കോടതി ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുന്നു. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതൻ എന്ന് പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന വാഴോട്ടുകോണം കൗൺസിലർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ജയിലിനകത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് സത്യത്തിൽ ഈ പറയുന്നത് പോലെ സാധാരണമായിട്ടുള്ള ഒരു നടപടിയല്ല, വളരെ അപൂർവമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ളതാണ്. BJP കൗൺസിലറായിട്ടുള്ള സുഗതൻ ഉൾപ്പെടെ നിരവധി ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെടുകയും ഇപ്പോൾ അത് വീണ്ടും എല്ലാവരും തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം. അതിന് എന്താണ് ഇനി അടുത്ത പോംവഴി എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ കോടതി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തണം എന്നുള്ളത് നിർബന്ധമല്ല, മറിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യം, നിലവിലത്തെ സാഹചര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട്, അതായത് സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് LDF ആണെങ്കിലും UDF ആണെങ്കിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കാഴ്ചവെക്കുന്ന സമയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നടയിൽ തന്നെ LDF ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ദിവസവും അവിടെ സത്യാഗ്രഹം ഇരിക്കുന്ന സാഹചര്യം അടക്കം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തേക്ക്, പ്രത്യേകിച്ച് കാപ്പ കേസ് പ്രതിയായിട്ട് കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട സുഗതനെ എത്തിക്കുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അതിനോടൊപ്പം തന്നെ സാമൂഹിക അന്തരീക്ഷം തന്നെ വഷളാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടതി നിർണായകമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു. കോടതി ജയിലിനകത്ത് വെച്ച് തന്നെ വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി നൽകണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. എന്തായാലും ഇത്തരം ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പ്രദേശത്തുകാർക്കാണ് എന്ന് നമുക്കറിയാം. പലരും ഇപ്പോൾ BJPയുടെ ഈ പറയുന്നത് പോലെയുള്ള നിലനിൽപ്പ്, കോർപ്പറേഷന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുമോ, BJPയുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് സുഗതനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പലരും മറന്നുപോയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ. അവരിതിനെ ഏത് തരത്തിലാണ് കാണുന്നത്? ഇനി ഈ പറയുന്നത് പോലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സുഗതൻ ജയിലിൽ തന്നെ തുടരുകയാണ് എങ്കിൽ അടുത്ത 6 മാസത്തേക്കാണ് എന്നുള്ള സൂചനകളാണ്. അപ്പോൾ 6 മാസം ഇവിടെ എങ്ങനെയായിരിക്കും, അത് ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ജനങ്ങളുടെ ആ ഒരു നിരീക്ഷണം കൂടെ നമുക്ക് ചോദിച്ചറിയാം. വാഴോട്ടുകോണത്താണുള്ളത്, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ചിലറായിട്ടുള്ള സുഗതൻ ഇപ്പോ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ജയിലിലാണ്. അപ്പോ നല്ല കാര്യം എന്ന് ചേട്ടൻ പറഞ്ഞു. ഞാൻ ഈ ചോദിക്കുന്നത്, നിങ്ങൾ നാട്ടുകാർക്ക് ഇത് ഏത് തരത്തിലാണ്? സപ്പോർട്ടാണ്, നല്ല കാര്യം ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല കാര്യം ചെയ്യുന്ന. കൊറോണ സമയത്ത് ഇവിടെ കുറെ ആളുകളൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, പൈസ സഹായിച്ചിട്ടുണ്ട്, നല്ല സഹായം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദിവസം പണിയും അടക്കാത്താണ് ഇപ്പൊ അകത്തായത്. അപ്പോ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം സമീപിക്കുന്നത് കൗൺസിലറെ ആണല്ലോ. അപ്പോ പുള്ളി ഇപ്പൊ ഇവിടെ ഇല്ലാത്ത അവസ്ഥയില്ലേ, അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ്? അതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. ഇല്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത് നേരിട്ട് പോയിരിക്കും. കോടതി വിധിയെ സ്വീകരിക്കുന്നു.
ജയിലിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. വാർത്തകളൊന്നും അറിഞ്ഞിരുന്നില്ലേ? വാർത്തകളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ്. നാണം കെട്ട ഏർപ്പാടായി. ഞങ്ങൾക്കിപ്പോൾ കൗൺസിലറും ഇല്ല, ആരും ഇല്ലാത്ത ഒരവസ്ഥ. ഇവിടെ നിന്നൊക്കെ ഈ ചെറിയ റോഡുകളെല്ലാം തകർന്നു കിടക്കും. ഇനി അയാൾ സത്യപ്രതിജ്ഞ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ യാതൊരു ഉപയോഗവും ഇല്ലാത്തത്. ആരുമില്ല. ഇപ്പം സംശയം തോന്നും. അതായത് മത്സരിച്ച് ഇപ്പം ഒരുപാട് തിരിമറികൾ നടത്തി ജയിച്ചു. ഉപയോഗം വോട്ട് ജയിച്ചത് തെറ്റില്ല, പക്ഷേ യാതൊരു ഉപയോഗവുമില്ല. ഒരു കോൺഗ്രസ്സുകാരനും BJP-കാരനും CPM-കാരനും ഒന്നിച്ചു നിന്നു. പക്ഷെ എങ്ങനെയൊക്കെ കടന്നുകൂടി ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. സുഗതൻ ഈ പറയുന്നത് പോലെ സുഗതന്റെ ഒരു അസാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും കോർപ്പറേഷൻ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെ ഇനി വന്നാലും പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? അല്ല, നാട്ടുകാർ ഇനിയിപ്പോ ഇയാൾ ഇവിടെ വന്ന് ഇനി ഒന്നും ചെയ്യാൻ നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കൗൺസിലറിയിലെ ഭരണാധികാരി ഇതുപോലെയുള്ള ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇനിയിപ്പോ അടുത്തൊരു കൗൺസിലർ വരണം. അടുത്ത പുതിയ ഇലക്ഷൻ വന്ന് ഇയാൾ മാറി അങ്ങനെ വരാനാണ് സാധ്യതയെന്നാണ് അറിവ്. അല്ലാതെ ഇനി ഈ കക്ഷി ഇവിടെ വന്ന് എന്ത്? പക്ഷെ നമുക്ക് ഏറ്റവും വലിയ ദോഷമായി. അങ്ങനെ ഒരാള് നല്ല മിടുക്കനാണ്, ചെറുപ്പക്കാരനാണ്. പക്ഷെ ഒരു ഒത്തുതീർപ്പിന് ഇപ്പോൾ ഇവിടെ ഒരു അടിയോ വഴക്കോ ഉണ്ടായാലേ വന്നാൽ പ്രശ്നങ്ങൾ അങ്ങനെയെന്നാ അറിവ്. ഞാൻ കണ്ടില്ല, സ്ഥലത്തില്ല. മാത്രമല്ല ഇപ്പൊ ഇവിടെ ഒരു അടിയോ ബഹളോ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അതിര് തർക്കം വന്നു, കൗൺസിലറോ ഭരണാധികാരിയോ മന്ത്രിയോ MLA വന്ന് അവർ രണ്ട് കക്ഷികളെയും പറഞ്ഞ് പരിഹരിച്ച് ഒതുക്കുന്നതാണ് സ്ഥിതി. പക്ഷെ ഇവിടെ ഇപ്പം അതല്ല. വന്ന ഉടനെ അവരെ അങ്ങ് അടിക്കുകയാണ്. പക്ഷെ പുള്ളി ആ ലെവലിലുള്ള തിരിച്ചെതിരായിട്ടുള്ള പാർട്ടിയെ ഇവിടെ അടി. അങ്ങനെ അതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ് ഒതുക്കി വേണ്ട ജനങ്ങളെ പരിഹരിക്കാൻ. അപ്പം ആരും ഇപ്പം ഞാനാണ് പരാതിപ്പെട്ട് വരികയാണെങ്കിൽ എനിക്ക് അനുകൂലമായി നിന്നിട്ട് നിങ്ങളെ എടുത്തിട്ട് അടിക്കുക. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ എപ്പോഴും ഇവിടെ കാണത്തില്ല. എന്താണ് അഭിപ്രായം? ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കേണ്ടുന്ന ആളാണല്ലോ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത് നല്ല പ്രവർത്തനമാണെങ്കിൽ അത് നല്ല തന്നെ ചെയ്യണം. അല്ലാതെ എന്ത് പറയാതെ അറിയത്തില്ല. നമ്മൾ ന്യൂസിൽ സാധാരണ കാണുന്നതല്ലേ. അയാൾ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടുള്ള അറിയത്തില്ല. അത് മാറ്റി നിർത്തിയാൽ ഇപ്പൊ ഒരു കൗൺസിലറിന്റെ സാന്നിധ്യം അത് നിങ്ങൾക്കൊരു ആശങ്കയായിട്ട് മാറുന്നുണ്ടോ? ഒരു പ്രശ്നം നിങ്ങളുടെ നാട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയേണ്ടുന്ന ഒരാള് അല്ലെങ്കിൽ ആദ്യം പറയാൻ ശ്രമിക്കുന്ന ഒരാള് ഈ പറയുന്ന കൗൺസിലർ ആണല്ലോ. അപ്പൊ അദ്ദേഹം ഇനി ജയിലിൽ തന്നെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആശങ്ക വരുന്നു. അങ്ങനെയല്ല, തെറ്റ് ചെയ്താരും ശിക്ഷ അറിയിക്കുന്നതാണ്. അതായത് ഇപ്പൊ ഞാനായിരുന്നാലും ആരായിരുന്നാലും തെറ്റ് ചെയ്താൽ ശിക്ഷ അർഹിക്കുന്നതാണ്. അയാൾ ചെയ്ത തെറ്റിനുള്ള അവരവരുള്ള ശിക്ഷ അനുഭവിക്കുന്നുള്ളത് നല്ല കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് നല്ല കാര്യമാണ്. കൗൺസിലർ എടുത്ത് വേണം അല്ലെങ്കിൽ നാട്ടിൽ വേണം എന്നുള്ളൊരു ഉറപ്പാണല്ലോ. നമുക്ക് കൗൺസിലർ ആവശ്യമില്ല, അതല്ലേ നമ്മളത് തിരഞ്ഞെടുത്തത്. പിന്നെ അതിൻ്റെതായ രീതിക്ക് ഓരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിയില്ല. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കതിനെ കുറിച്ച് അറിയില്ലല്ലോ. നല്ല കാര്യം ചെയ്യാൻ ഒരാള് ഒരു അവസരം കിട്ടി വന്നപ്പോൾ പല പാർട്ടിക്കാർക്കും ഇതിൽ ചിലപ്പോൾ വിരോധങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ ഉണ്ടാവാം. അതാകണം, അല്ലാതെ ഇത് വരാൻ ചാൻസ് ഇല്ല എന്നതുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആദ്യം സമീപിക്കുന്നത്? നമുക്ക് കൗൺസിലറിനല്ലേ സമീപിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുള്ളി ജയിലിൽ തന്നെയാണല്ലോ. ആണ്. ഇപ്പൊ വരുമെന്നല്ലേ പറഞ്ഞത്, ഇറങ്ങുമെന്നല്ലേ പറഞ്ഞത്. ഇറങ്ങിയ പുള്ളി തന്നെയല്ലേ കൗൺസിലർ. പുള്ളിയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ടത്. കാപ്പ ചുമത്തിയിട്ടാണ് ജയിലിൽ ആയിരിക്കുന്നത്. അപ്പോ അതൊന്നും നമുക്ക് ഒന്നും പറയാൻ എന്തായാലും പുള്ളി ഇറങ്ങും, കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. പിന്നെ ഉണ്ടാവും. ഇറങ്ങിയതിന് ശേഷമുള്ള പ്രവർത്തനമാണ് ഒരു പ്രതീക്ഷ. ഞങ്ങൾക്ക് കൗൺസിലർ ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. പല കാര്യങ്ങൾ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്. കൗൺസിലർ ആവശ്യമാണ്. ഒരു പാലാകുമ്പോൾ ഒരു കൗൺസിലർ ആവശ്യമാണ്. പല കാര്യങ്ങൾക്കും കൗൺസിലർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എല്ലാവർക്കും ഒപ്പിടാനും അതിൽ നിന്നൊക്കെ. അതുകൊണ്ട് കൗൺസിലർ തെറ്റ് ചെയ്തെങ്കിൽ കൗൺസിലർ ശിക്ഷ അനുഭവിക്കട്ടെ.
ഇല്ലെങ്കിൽ കൗൺസിലറായിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ രംഗത്തിറങ്ങണം എന്നുള്ളതാണ്. ഇപ്പൊ സുഗതനെ സംബന്ധിച്ച് കാപ്പ കേസ് ചുമത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ നിയമവശത്തൂടെ പോകണം, നിയമത്തിന്റെ വശത്തൂടെ പോകണം. 6 മാസത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കൗൺസിലർ ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും വ്യക്തമായത് ഇപ്പോഴാണ്. അതായത് ഇപ്പൊ അതിനുശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ കൗൺസിലർ നമുക്ക് ആവശ്യമാണല്ലോ. കൗൺസിലറിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഈ കോടതി വിധി എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള ഒരു വിധി കൂടിയാണ്. കോടതി ന്യായങ്ങൾ നിയമങ്ങളും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നിയമത്തിന്റെ രീതിയിൽ കൂടെയാണല്ലോ അവർ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും വകുപ്പില്ലാതെ അവർ ചെയ്യില്ലല്ലോ. ചേട്ടാ, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ചേട്ടനെന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ. ചേട്ടനോ? നമുക്ക് കൗൺസിലറെ നമുക്ക് അത്യാവശ്യമാണ്. ഈ കപ്പ കേസ് അവർ ചുമത്തിയത് മനഃപൂർവ്വം ചെയ്തതാണ്, അല്ലാതെ അതിലേക്കുള്ള തെറ്റൊന്നും സുഗതൻ ചെയ്തിട്ടില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഇത് എന്നാണ് വിശ്വസിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കേസുമായിട്ടല്ല, അല്ലാതെ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇവിടെ പല പാവങ്ങൾക്കും പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട്, പലർക്കും ചെയ്തിട്ടുണ്ട്. അവിടെ ജാതിയും മതമൊന്നും നോക്കിയിട്ടില്ല. അങ്ങനെ ചെയ്ത ഒരു സുഗതനാണ്. അങ്ങനെയാണ് സുഗതൻ ജയിച്ചത്. കാരണം പലരെയും വോട്ട് കൊണ്ടാണ് സുഗതൻ ജയിച്ചത്. കാരണം എല്ലാ സമുദായത്തിന്റെ വോട്ട് സുഗതന് കിട്ടിയിട്ടുണ്ട്. ആ സുഗതനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു വ്യക്തിയാണ്. നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, ചെയ്യുകയുള്ളൂ. ആളുടെ ഒരു അസാന്നിധ്യം അത് ഈ നാട്ടുകാരെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ഒരു കൗൺസിലർക്ക് അത്യാവശ്യമാണ്. അത് ഇതേപോലെയുള്ള കൗൺസിലർ വേണം കിട്ടായി. കാരണം റോഡ് ചീത്തയായി കഴിഞ്ഞാൽ അപ്പോഴും അതിൻ്റെ പരിപാടി കൗൺസിലർ ചെയ്യിപ്പിക്കും സുഗതൻ. അതിലേക്കുള്ള കഴിവും തൻ്റെ ഉള്ളൊരു കൗൺസിലറാണ് സുഗതൻ. പറഞ്ഞാൽ ഫുള്ളാ കേൾക്കാൻ പറ്റുമോ? തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എന്നാ ജയിച്ചാൽ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള, നാട്ടിൽ നന്മ ചെയ്യാൻ വേണ്ടി ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് ജയിലിൽ കിടക്കുന്നത്. ഇവിടെ ഉണ്ടെങ്കിൽ നാട്ടിൽ നല്ല കാര്യങ്ങളെ നടക്കുള്ളൂ. നല്ല ചെയ്യാൻ വേണ്ടി കഴിവുണ്ട്. തെറ്റുകൾ ചെയ്തു കാണും, ഒരു കാലത്ത് ചെയ്യും തെറ്റ്. അതെല്ലാം മറന്നാണ് ഇപ്പൊ സ്വയം എല്ലാം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അത് നാട്ടിൽ വെച്ചാൽ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലറല്ല, നമ്മളെ മുഖ്യമന്ത്രിക്കാലും പവറുണ്ട് സുഗതനുള്ള വ്യക്തിക്ക്. ഈ പറയുന്നത് പോലെ ചേട്ടൻ തന്നെ ഇപ്പൊ ഒരു മിനിറ്റിൽ ഒരു 4 തവണയെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയാണ്. ജനിച്ചത് ഇവിടെ ഉണ്ടെങ്കിൽ എന്നുള്ളത് ചേട്ടന് പോലും സംശയമാണ്. പുള്ളിനെ ഇവിടെ കൂടെ ഉള്ളതാണ് ഇഷ്ടം. കൂടെ നമ്മളാണ്, നമ്മളെ കൂടെ ഉള്ള സഹോദരനാണ് ഇവിടെ ഉള്ളത് കിടക്കുന്നത്. അവിടെ നമുക്ക് 4 തവണ ജയിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാം വ്യക്തമായിട്ട് കേൾക്കണം. ഇതിൽ കെട്ടപ്പണി മാത്രമേ അറിയാവൂ. ഒരേ ഒരു ഇതുപോലത്തെ റോഡുകൾ ചെയ്യും, എല്ലാ പാർട്ടിക്കാരും ചെയ്യും. പേപ്പർ ഒട്ടിക്കും പോലെ റോഡുകൾ പണിയും. അന്ന് എല്ലാ വാർഡിൽ കൗൺസിലർമാരുണ്ട്, റെസിഡൻസ് ഉണ്ട്. ആരും അതിലൊന്നും നോക്കേണ്ട കാര്യമില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ഒരു പേപ്പർ സർക്കാർ കൊടുക്കുന്നത്. എന്ത് ചെയ്യണം മെഷർമെന്റ് അവിടെ ആർക്കും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കിയെങ്കിൽ നാട്ടിൽ ഒരു റോഡിൽ പോലും ഒരു വ്യത്യാസമുള്ളത്. ഇപ്പൊ പാപ്പാട് റോഡ് നമ്മളെ റോഡാണ്. പാപ്പാട് ആ റോഡിൽ കാണാൻ 3 വെള്ളിയാഴ്ച ഇല്ല, പൊട്ടി പൊളിയാണ്. അപ്പൊ അതിന് ഒരു പ്രതികരണം ഇല്ല, ഒരു സർക്കാരിനും പ്രതികരണം ഇല്ല. ഇങ്ങോട്ട് വരുമ്പോ അവിടുത്തെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാം കിടക്കുന്നത് അത് തന്നെ. അപ്പൊ എന്താണ് കാര്യം? നാട്ടില് റെസിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൗൺസിൽ ഉണ്ട്, ആരും പ്രതികരണമില്ല. ഒരു സെക്കൻഡ് സ്വന്തം വീട്ടിന് മുമ്പ് ഇങ്ങനെ റോഡ് പണിയുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതെല്ലാം മാറും. സുഗതനും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, നാട്ടിലില്ലല്ലോ. നാട്ടിലില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്നറിയാം, ഞാൻ പറഞ്ഞല്ലോ, പല കാരണങ്ങളും തെറ്റിദ്ധാരണ കൊണ്ടോ ചിലതുകൊണ്ടോ അത് കോടതി ശിക്ഷിക്കണം, എന്നാലേ അത് വരുള്ളൂ. അല്ല ഒരു കാപ്പ കേസോ കീപ്പ കേസോ ഇല്ല, കോടതി ശിക്ഷിക്കണം. ശിക്ഷ കോടതിയാണ് വരേണ്ടത്, അത് കോടതിയാണ് തെളിയിക്കേണ്ടത്. തെളിയിച്ചാലേ അത് കുറ്റക്കാരനാവുള്ളൂ. അതുവരെ ഒരു തടവ് തന്നെ ഉള്ളൂ, ഇല്ലേ? ഒരു തടവ് തന്നല്ലേ ഉള്ളൂ. അല്ല കോടതി ശിക്ഷിക്കണം, അപ്പോഴാണ് ശിക്ഷ വരുന്നത്. നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ നല്ല സൂപ്പർ. കാപ്പ ചുമത്തി കഴിഞ്ഞു 6 മാസം ശിക്ഷ. അറിയാതെ ഞാൻ ഇന്നും വാർത്ത കേട്ടേനെ 6 മാസമോ കാപ്പ ചുമത്തി. എന്തും ശിക്ഷ അല്ലല്ലോ, ശിക്ഷിക്കുന്നത് കോടതിയാണ്. അത് എന്ത് കുറ്റത്തിലാണ് തെളിയിക്കണം കോടതി, ഇല്ലേ? കോടതി തെളിയിക്കേണ്ടതാണ്, അല്ലാതെ കോടതിയിൽ തെളിയിച്ചാലേ വരുള്ളൂ. കുറ്റം ചെയ്താൽ ചെയ്തില്ലെന്നുള്ള ആശങ്കപ്പെടാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരു ഒരു കൗൺസിലറുടെ ഒരു ആവശ്യം ഒരു ഇതും നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ഫുൾ ടൈം ഇതില്ല, ജയിലിലും കാര്യങ്ങളുമാണ്. പിന്നെ ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ, അതേ പറയാൻ പറ്റുള്ളൂ.
നന്ദി.